അലീനയെ അവിടെ ചെന്ന് ഉപദ്രവിക്കാനായിട്ടും ആരുടെ വീട്ടിലാണോ അലീന പോയി നിൽക്കുന്നത് അവിടുത്തെ ഭാര്യയോടും മക്കളോടുമൊക്കെ അലീനയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നും അവളുടെ സ്വഭാവം മോശമാണെന്നും അതുപോലെ അവിടെയുള്ള മുതലാളിയുമായിട്ട് അവൾ രഹസ്യ ബന്ധത്തിലാണെന്നുമൊക്കെ പറയാനായിട്ട് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ വൈജ. എങ്ങനെയെങ്കിലും അവളിപ്പോൾ താമസിക്കുന്നിടത്ത് പോകണം. എന്നിട്ട് അവിടെയുള്ള ആളുകളോടൊക്കെ ഇവളെക്കുറിച്ച് മോശം അപവാദമൊക്കെ പറഞ്ഞു വരുത്തണം. അവളെ ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ. അവൾ പോയിട്ട് പോലും എൻ്റെ മക്കളുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ അവസാനിപ്പിച്ചില്ല. എൻ്റെ ഭർത്താവുമായിട്ടും അവൾ വന്നതിന് ശേഷമാണ് എൻ്റെ ഭർത്താവും മക്കളും എന്നെ വിട്ട് പോയത്. അവൾ ഒറ്റയിരുത്തിയാണ് അതിനെല്ലാം കാരണക്കാരി. അവൾ വന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന എന്നെ അനുസരിച്ചിരുന്ന ബാലേന്ദ്രൻ ഇപ്പോൾ എന്നോട് ഈ രീതിക്ക് പെരുമാറുന്നത്. ഞാൻ ഭാര്യയല്ലെന്ന് പോലും അയാൾ പറഞ്ഞത് അത് കാരണമാണ്. എൻ്റെ മക്കൾ പോലും എന്നെ കുറ്റപ്പെടുത്തുന്നതിന് കാരണം, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നതിന് കാരണം അവൾ ഒറ്റയിരുത്തിയ. അവൾ എവിടെ പോയാലും സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ല എന്ന് വൈജ തീരുമാനിക്കുകയാണ്. രോഹിത്തിനോട് പോയിട്ട് അലീനനെ എവിടെയാണ് കൊണ്ടാക്കിയത് എന്ന് ചോദിക്കാണ്. കുളത്തുപുഴ എന്നൊരു സ്ഥലത്താണ്. അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, 150 ഏക്കറുണ്ട്. അവിടെ ഒരു എക്സ് മിലിറ്ററിക്കാരനുണ്ട്, അയാളുടെ വീട്ടിലാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ എങ്ങനെയെങ്കിലും ആ സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകണം എന്ന് ഓർക്കുകയാണ്. രോഹിത് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. അവൾ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയണമല്ലോ. അമ്മേ, ചേച്ചി അവിടെ സമാധാനമായിട്ട് ജീവിക്കാണ്. അമ്മ വെറുതെ ഇനി എന്തിനാ വാശി പിടിച്ച് ഓരോന്നുണ്ടാക്കുന്നത്? അതേടാ, അവൾ സമാധാനത്തോടെ ജീവിക്കാണ്. പക്ഷെ അവൾ കളഞ്ഞത് എൻ്റെ സമാധാനമാണ്. എൻ്റെ സമാധാനവും എൻ്റെ സന്തോഷവും എല്ലാം കളഞ്ഞിട്ട് അവൾ സ്വസ്ഥമായിട്ട് അവിടെ പോയി ജീവിക്കല്ലേ. അങ്ങനെ അവളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് തലയ്ക്ക് ഭ്രാന്ത, അല്ലെങ്കിൽ പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറയോ? ആ ചേച്ചിക്ക് എന്നെക്കാട്ടിലും ഒരു 2 വയസ്സ് മൂപ്പല്ലേ ഉള്ളൂ. അതൊരു പാവമല്ലേ. അമ്മയോട് എന്തിനെങ്കിലും അത് ദേഷ്യപ്പെടാനോ വഴക്കുണ്ടാക്കാനോ വന്നിട്ടുണ്ടോ? അതിൻ്റെ കാര്യം നോക്കി ഈ വീടും നോക്കി ജീവിക്കല്ലായിരുന്നോ? അമ്മ കാരണമല്ലേ ചേച്ചി ഇവിടുന്ന് പോയത്. എന്നിട്ടും പിന്നാലെ പോയി ബഹളം ഉണ്ടാക്കാനാണോ അമ്മയുടെ തീരുമാനം? അങ്ങോട്ടേക്ക് ചെല്ല്. അവിടെ 5-6 നായ്ക്കളും പിന്നെ റിവോൾവറൊക്കെ കയ്യിലുള്ള ഒരു പട്ടാളക്കാരനെ ഉള്ളത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാലേ അയാള് ഒറ്റ വെടിയായിരിക്കും. അമ്മ അതോടെ ഡിം എന്നും പറഞ്ഞ് രോഹിത് കളിയാക്കുന്നുണ്ട്. പിന്നെ എന്നുവെച്ചാൽ ഇത് വെള്ളരിക്കപ്പെടണമല്ലേ. കാണുന്നവരെയൊക്കെ തോക്കെടുത്ത് വെടിവെക്കാൻ ഒരു പട്ടാളക്കാരന് അവകാശമില്ലടാ. ആ എങ്കിൽ അങ്ങോട്ട് ചെല്ലേ. ഞങ്ങൾ 3-4 തവണ ചേച്ചിയെ കാണാൻ അങ്ങോട്ട് പോയതല്ലേ. ആളൊരു മുരടനാ. എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ സംസാരിച്ചാലേ അതോടെ തീർന്നു. അവിടെയുള്ള എല്ലാവർക്കും അയാളെ ഭയങ്കര പേടിയാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് പറയുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി എന്ന് പറഞ്ഞാല് അയാൾക്ക് സ്വന്തം മോളെ പോലെയാ, ജീവനാ. അവിടുത്തെ എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഓഹോ, അവിടെ പോയിട്ടപ്പോ അവൾ അയാളെ മളച്ചോ? ഇവിടെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. നിന്റെ അപ്പനുമായിട്ട് മോളെ പോലെ ആയിരുന്നല്ലോ അവളും. എന്നിട്ട് എന്തായിരുന്നു അവസാനം? മോളല്ലെന്നുള്ളത് തെളിഞ്ഞില്ലേ? അവൾ എവിടെ പോയാലും ആണുങ്ങളെ വശീകരിക്കാൻ മിടിക്കുക. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗും മോളെ പോലെയാണ്, അച്ഛനെ പോലെയാണെന്ന്. അവളെക്കുറിച്ച് എനിക്കറിയില്ലേ. 5-6 മാസമായുള്ള വന്നെങ്കിലും 10-23 വയസ്സേ ഉള്ളൂ അവക്കെങ്കിലും. അവളുടെ കയ്യിലിരിപ്പ് ചെറുതൊന്നും അല്ല എന്നൊക്കെ പറയുമ്പം ദേ അമ്മേ, ചേച്ചിയെക്കുറിച്ച് മോശം പറയരുത് കേട്ടോ. അത് എനിക്ക് സഹിക്കാനാവില്ല. ഞാനിപ്പോൾ ജീവനുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ അലീന ചേച്ചിയാ. എടാ, നീ തെറ്റിയാത്തോണ്ട് നീ രക്ഷപ്പെട്ടു. അമ്മേ, ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിലും ചേച്ചിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ആ ഒരു കോളനി പോയിട്ടേ ചേച്ചി മരണത്തിൽ നിന്നാണ് തിരിച്ച് കയറി വന്നത്. അന്ന് ഓട്ടക്കാരൻ ഷാജി മാത്രം ഇല്ലെങ്കിലേ ഉറപ്പായും ചേച്ചി അന്ന് ചാരമായി പോയനെ. നാശം, അന്നങ്ങനെ പോയാൽ മതിയായിരുന്നു. ആ ഷാജിയെ പറഞ്ഞാൽ മതിയല്ലോ. അവനെന്തിനാ അതിലൊക്കെ കയറി ഇടപെടുന്നത്? അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നേ? അമ്മയ്ക്കും 2 പെൺമക്കളല്ലേ ഉള്ളത്. അവർക്കാണ് ഈ അവസ്ഥയെങ്കിൽ അമ്മയെ സഹിക്കായിരുന്നോ? അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ അലീന ചേച്ചിയും. അല്ലടാ, അതുപോലെയല്ല. എൻ്റെ മക്കളെ ഞാൻ അന്തസ്സായിട്ടാണ് ജീവിച്ചത്, അല്ലാതെ അവളെപ്പോലെ പിഴച്ചല്ല. അവൾ പിഴച്ച് നടക്കുകയല്ലേ പിഴച്ചവൾ. ദേ അമ്മേ, അമ്മയുടെ വായിന്നും ഇങ്ങനൊന്നും വരല്ല കേട്ടോ. അല്ലെങ്കിൽ പോലും ഇത്രയും വിദ്യാഭ്യാസമൊക്കെയുള്ള അമ്മയുടെ വായിന്നൊക്കെ ഇങ്ങനെ വരുന്നത് വളരെ മോശമാണ്. ഒരുതരം ചന്തപ്പെടങ്ങൾ സംസാരിക്കുന്നത് പോലെ. പറയടാ, നീ പറയും. നീ ഇതല്ല ഇതിലപ്പുറവും പറയും. അതിനെല്ലാം കാരണം ഉണ്ടാക്കിയിട്ടാണല്ലോ അവൾ പോയത്. അമ്മയോട് എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാകത്തുമില്ല, അമ്മ അംഗീകരിക്കത്തുമില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയാനില്ല. കൊളുത്തുപുഴയില്ല വീട്, ഇതാ അഡ്രസ്സ് എന്നും പറഞ്ഞുകൊണ്ട്
അവനാണെങ്കിൽ പേരെഴുതാതെ ആ സ്ഥലത്തിൻ്റെ ഒരു ലൊക്കേഷൻ മാത്രം ലൊക്കേഷൻ അങ്ങനെ വൈജയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വൈജ ആരോടും പറയാതെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ആ വണ്ടിക്ക് അവൾ നേരെ കുളത്തുപുഴയ്ക്ക് പോവാണ്. രാവിലെ എഴുന്നേറ്റ് ബബിതയും കൃഷ്ണനെ നോക്കുമ്പം വൈജനെ കാണുന്നില്ല കേട്ടോ. സെർവൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവൾ പാചകമൊക്കെ സെർവൻ്റാണ് കേട്ടോ ചെയ്യുന്നത്. സെർവൻ്റ് വന്നിട്ട് ഏകദേശം 1 മാസം ആയിട്ടുണ്ട്. അങ്ങനെ പാചകമൊക്കെ ചെയ്യുമ്പം കൃഷ്ണയും ബബിതയും സ്കൂളിലേക്കും കോളേജിലേക്കും പോകാനുള്ള ഒരുക്കത്തിലാണ്. രോഹിത്തും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഇതുവരെ ഉറക്കം എഴുന്നേറ്റില്ലേ? ബബിത പറയുന്നുണ്ട്, ഇല്ല രാവിലെ കണ്ടില്ല, ഞാൻ പോയി ഡോറി മുട്ടിയിട്ടും കണ്ടില്ല. രോഹിത്ത് പോയിട്ട് ഡോറ് തുറന്നു നോക്കുമ്പം ഡോറ് തുറന്നെടുക്കുകയാണ് കേട്ടോ. ഡോറ് തുറന്നെടുക്കുകയാണല്ലോ ബബിതേ. അകത്തേക്ക് കയറി നോക്കിയിട്ട് അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ. ബാത്റൂമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും നോക്കിയിട്ട് അമ്മയെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്താ ഒരു ബഹളം? അല്ല അമ്മ രാവിലത്തെ മുറിയിൽ ഇല്ലായിരുന്നു, ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. അമ്മേനെ എവിടെയെല്ലാം പോയതായിരിക്കോ? എന്തേലും കാരണം കിട്ടി പിണങ്ങി അവളുടെ വീട്ടിൽ പോയതായിരിക്കും. പോകട്ടെ, കുറച്ച് ദിവസം അങ്ങനെ സമാധാനം കിട്ടുമല്ലോ. അപ്പോഴേക്കും ജോലിക്കാർ എന്നിട്ട് പറയുന്നുണ്ട്, രാവിലെ ഒരു ടാക്സി വിളിച്ച് പോയായിരുന്നു, എന്നോട് പറഞ്ഞായിരുന്നു ഏതോ ഒരു ദൂരയാത്രയാണ്, കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ടാ പോയത് എന്നും പറഞ്ഞ് സെർവൻ്റ് അകത്തേക്ക് കയറി പോകുമ്പം ബാലൻ ചോദിക്കുന്നുണ്ട്, ദൂരയാത്രയോ? അതിനവൾ എവിടെ പോയതായിരിക്കും എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുന്നുണ്ട്, എന്നോടെ ഇന്നലെ വൈകുന്നേരം ആലിന ചേച്ചി എവിടെ താമസിക്കുന്നതൊക്കെ ചോദിച്ചായിരുന്നു. എന്നിട്ട് നീ പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞു, കുളത്തുപുഴയിലാന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. അവിടുത്തെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ വല്ലാണ്ടങ്ങ് വളരെ വിളിക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പോൾ വൈജ പോയിരിക്കുന്നത് അവളുടെ സ്വന്തം അച്ഛനടുത്ത് പഴയ കാമുകൻ്റെ അടുത്തേക്കാണല്ലോ. അത് കേൾക്കുമ്പം ബാലേന്ദ്രൻ്റെ ദേഷ്യവും അതുപോലെ വല്ലാണ്ട് ബുദ്ധിമുട്ടൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും വൈജ അവിടെ ചെല്ലാൻ പാടില്ല എന്നോർക്കാണ്. അങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഒന്നുമില്ല മോനെ, നിങ്ങൾ ആഹാരം കഴിക്കേ. കൃഷ്ണമോളെ നീ ഒന്ന് വന്നേ, നീയല്ലേ എൻ്റെ ഗുളിക എടുത്ത് തരാറ്, ഗുളികയിൽ ചെറിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. എന്താ അച്ഛാ, എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കറിയാലോ അലീന പോയിരിക്കുന്നത് സ്റ്റാൻലി ജോസഫിനടുത്തേക്കാ, അവളുടെ അച്ഛനടുത്തേക്ക്. അയ്യോ അപ്പറഞ്ഞ പോലെ ശരിയാണല്ലോ. അപ്പം അമ്മ പോയിരിക്കുന്നത് അങ്ങോട്ടേക്കാണോ? അതെ, നിന്റെ അമ്മ അവിടെ ചെന്ന് സത്യങ്ങൾ അറിഞ്ഞ നിനക്കറിയാലോ, ആ നിമിഷം എല്ലാം അവസാനിക്കും. അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അവളെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. അച്ഛാ ഞാനിപ്പോൾ എന്ത് പറയാനാ? നീ എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അവളൊരിക്കലും സ്റ്റാലി ജോസഫിനെ കാണാൻ പാടില്ല, അലീനയെയും. അവർ തമ്മിൽ കണ്ടുമുട്ടി പഴയ അവരുടെ ബന്ധം പുതുക്കാനാ പ്ലാനെങ്കിൽ പിന്നെ ഞാനും അവളും ഒരിക്കലും ഒരുമിച്ചുണ്ടാവില്ല എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ വല്ലാണ്ട് ടെൻഷനാവുന്നുണ്ട് കേട്ടോ. അവർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ അഭിമാനത്തിന് ക്ഷതം പറ്റുമല്ലോ, തൻ്റെ ആത്മാഭിമാനം ഇല്ലാതാവില്ലേ? അതൊക്കെ ഓർത്ത് ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് ടെൻഷനാവും. അച്ഛൻ ടെൻഷൻ അടിക്കാതെ, ഞാൻ ഇപ്പം തന്നെ അമ്മയെ വിളിക്കാം. അമ്മ പോയിട്ട് വെച്ച് ഏകദേശം ഒരു 1 hour ആയിട്ടുള്ളൂ, എന്തായാലും ചെല്ലാറായിട്ടില്ല അച്ഛാ, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് അമ്മയെ വിളിക്കാണ്. എന്തിനാടി വിളിച്ചത് എന്ന് ചോദിക്കുമ്പം അമ്മ ഇതെവിടെയാ? ഞാൻ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക. അത് പിന്നെ രോഹിത്തേട്ടൻ പറഞ്ഞു, അമ്മേ ഞാനൊന്ന് തലയിടിച്ച് വീണെന്നോ? എന്നിട്ടോ? അത് പിന്നെ മുറിഞ്ഞ് ചോര വന്നോണ്ടിരിക്കുക. അവിടെ ബബിത രോഹിത്തും ഇല്ലേ, പിന്നെ നിന്റെ തന്തയുണ്ടല്ലോ, അങ്ങേരെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. അമ്മേ അതല്ല, എനിക്ക് നല്ല തലകറക്കമുണ്ട്. അവർ രണ്ടുപേരും കോളേജിലേക്ക് പോയി, അച്ഛനാണെങ്കിലോ കടയിൽ പോകണം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയാലും അമ്മ ഒന്ന് വരും എൻ്റെ കൂടെ, എനിക്ക് പേടിയാവുന്ന അമ്മേ എന്നൊക്കെ പറയുമ്പം ശല്യം, ഇതെന്തൊരു കഷ്ടാ, ഞാൻ യാത്രയ്ക്ക് പോകാൻ ഇറങ്ങിയതല്ലേ അമ്മയുടെ സ്വന്തം മോളല്ലേ ഞാൻ, എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പം അതിനേക്കാളും വലുതാണോ അമ്മയ്ക്ക് യാത്ര? എനിക്ക് തീരെ വയ്യമ്മേ, എനിക്ക് നല്ല വയറുവേദനയുണ്ട്, അതുപോലെ നല്ല തലവേദനയും, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ, ശരീരം ആസകലം വേദനയെടുക്കുന്നതൊക്കെ തോന്നുക എന്നും പറഞ്ഞിട്ട് അമ്മ പറഞ്ഞതെന്നും പറഞ്ഞ് ഇന്ന ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് കട്ടാക്കാണ് കേട്ടോ. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പം ബബിത രോഹിത്തും കോളേജിലും സ്കൂളിലൊക്കെ പോയിട്ടോ. ബാലേന്ദ്രൻ അവളെയും കൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് സെർവനോട് ഞങ്ങളന്ന് പുറത്തേക്ക് പോവാണ്, ഹോസ്പിറ്റലിൽ വരെ പോവാണെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവിടെ അഡ്മിറ്റ് ആവുകയാണ് കേട്ടോ. ഡോക്ടറോട് ഓൾറെഡി ഇവർക്ക് ശരീരത്തിനും കാലിനും ഒക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ടും വേദനകൾ തോന്നുന്നുണ്ട്, വയറുവേദനയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അഡ്മിറ്റ് ആയത്. തലപൊട്ടി ചോര വരുന്നപോലെ കാണണമല്ലോ, അതുകൊണ്ട് തന്നെ ഡോക്ടറിനോടൊന്ന് അവരൊന്ന് സൂചിപ്പിച്ചിട്ട്, ബാലേന്ദ്രൻ്റെ സുഹൃത്താണല്ലോ ഡോക്ടർ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞ് തലയിൽ ചെറിയ കെട്ടുവിടുന്നുണ്ട്.
അങ്ങനെ വയ്യാത്തതുപോലെ അവിടെ കിടക്കാൻ കേട്ടോ. ഈ സമയം ഡോക്ടർ വന്ന് അവൾക്ക് കൈയും കാലും വയറിനൊക്കെ വേദന ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പം, ഡോക്ടറെ ഒരു കുഴപ്പമില്ല, അത് ഞങ്ങൾക്കറിയാം, പക്ഷേ എൻ്റെ വൈഫ് ഇപ്പോൾ വരും, ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 2 ദിവസം അഡ്മിറ്റ് ആവണം എന്നത് പറയുമെന്ന് ചോദിക്കുമ്പം, അതെന്തിനാ ബാല അങ്ങനെ പറഞ്ഞത്? അസുഖമില്ലാത്ത ഒരാളെ ഹോസ്പിറ്റലിൽ പഠിച്ച് കിടത്തേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ ഡോക്ടറെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ടാണ്. ആ ശരി ശരി, ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട്. അങ്ങനെ വൈജ മനസ്സെല്ലാം മനസ്സോട് തിരിച്ചു വന്നിട്ടോ. സാധാരണ മക്കൾക്ക് വൈ എന്നറിയുമ്പോൾ അമ്മ ഓടിപ്പടിച്ച് തരേണ്ടതല്ലേ. ഇതാണെങ്കിലോ അലീനനെ എങ്ങനെ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇറങ്ങിയതല്ലേ. അത് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായ ദേഷ്യത്തിൽ തിരികെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വരുമ്പം അവിടെ പുറത്ത് ബാലൻ ഇരിക്കുന്നത് കാണുകയാണ് കേട്ടോ. ബാലൻ തന്നെ മൈൻഡ് പോലും ചെയ്യാതെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അവൾ വരുന്ന കാണുമ്പോൾ തന്നെ കൃഷ്ണമോള് കണ്ണുമടിച്ച് കിടക്കാണ് കേട്ടോ. എന്നിട്ട് അടുത്തിട്ട് കൃഷ്ണേ എടി കൃഷ്ണേ എന്ന് വിളിക്കുന്നുണ്ട്. ഈ സമയം നഴ്സ് പറയാണ്, ഉറങ്ങിക്കോട്ടെ, സഡേഷനും മയക്കത്തിലായിരിക്കും, എന്ത് പറ്റിയാന്ന് പറയുമ്പം സ്കാനൊക്കെ എടുത്തിട്ടുണ്ട്, കൈക്കും കാലിനും വയറിനും ഒക്കെ നല്ല വേദന എന്ന് പറഞ്ഞത്, തലയിടിച്ച് തല ഇറങ്ങി വീഴുമായിരുന്നു, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണും, എന്തായാലും 2 ദിവസം അഡ്മിറ്റ് ആവണം, തല പൊട്ടി ചോര വന്നുകൊണ്ട് ഒന്ന് കെട്ടിവെച്ചതാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വൈജ അവിടെ തന്നെ ഇരിക്കുകയാണേ. എന്നിട്ട് വൈജ വിളിച്ച് ശിവനോടും അതുപോലെ കമലോടൊക്കെ ഇതുപോലെ ഇവർക്ക് വയ്യ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ വന്ന് കണ്ടോളാം, നീ എന്തായാലും ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പ്ലാൻ സക്സസ് ആയി എന്ന് ബാലിനും തോന്നുന്നുണ്ട്. ഇത് വലിയ അപകടം തന്നെയാണല്ലോ, ഏത് നിമിഷം വേണമെങ്കിലും വൈജ അങ്ങോട്ടേക്ക് പോകാമല്ലോ. അത് ഓർത്തുകൊണ്ട് ബാലിന് നല്ല ടെൻഷൻ ആവുന്നുണ്ടേ. അങ്ങനെ 2 ദിവസം വേറെങ്ങും പോകാതെ വൈജ അവിടെ അവൾക്ക് തന്നെ കൂട്ടിരിക്കുകയാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലഡിൻ്റെ കുറവ് കാരണമാണ് തലകറങ്ങിയത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്. അമ്മ അറിയാതിരിക്കാനായിട്ട് തലയുടെ ആ സൈഡിലായിട്ട് ഒന്ന് ബാൻഡേജും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഭവി രോഹിയും വന്നിട്ട്, എന്താ നിനക്ക് പറ്റിയത്, നീ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയപ്പോൾ എന്ന് പറയുമ്പോൾ, അത് പിന്നെ പെട്ടെന്നായിരുന്നു എനിക്ക് തല ഇറങ്ങുന്നത് തോന്നിയത്, തല ഇറങ്ങി താഴെ വീണു, അങ്ങനെ നെറ്റി പൊട്ടിയത്, കൊണ്ടുപോയപ്പോൾ ബ്ലഡിൻ്റെ കുറവാണ്. ഭവിത പറയുന്നുണ്ട്, അതങ്ങനെ ആഹാരം കഴിക്കില്ലല്ലോ, എല്ലാം നീക്കി നീക്കി അങ്ങ് വെക്കില്ലേ, അതിൻ്റെ കുഴപ്പമാണ്. ഈ പ്രായത്തിൽ പെൺകുട്ടികൾ നന്നായി ആഹാരം കഴിക്കണം, എങ്കിലേ ശരീരത്ത് പിടിക്കുകയുള്ളൂ, അതും പ്രോട്ടീനും ഒക്കെയാണ് കൂടുതൽ കഴിക്കേണ്ടത്, പച്ചക്കറിയെല്ലാം ഇഷ്ടംപോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭവിത പറയാൻ കേട്ടോ. ശരി ചേച്ചി, ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവാണ്. രോഹി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ പോക്ക് മുടങ്ങിപ്പോയല്ലേ എന്ന് പറയുമ്പം, പോക്ക് മുടക്കാനായിട്ട് ആരെങ്കിലൊക്കെ കെട്ടിയിരുന്നിൽ വന്നോളുമല്ലോ, എൻ്റെ ലീവ് തീർന്നു, 2 ദിവസം എനിക്ക് ലീവ് ഉള്ളായിരുന്നു, അത് തീർന്നു കിട്ടി, ഇനിയിപ്പോൾ എനിക്ക് ഉടനെ അങ്ങ് ലീവില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുമ്പം ഭവിത ചോദിക്കാണ്, ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ സോക്കേടാ, അലീന ചേച്ചി അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ, അമ്മ ഇങ്ങനെ ആയി പോയല്ലോ, ആ ചേച്ചി അവിടെ പോയി ജീവിക്കട്ടെന്നേ, എന്തിനാ പിന്നാലെ പോയി നടന്ന് ഇങ്ങനെ അലമ്പും വഴക്കും ഉണ്ടാക്കുന്നത്, ആ ചേച്ചി ആരുടെങ്കിലും ഒരു പ്രശ്നത്തിന് വരുന്നുണ്ടോ, പിന്നെ എന്തിനാ ഇങ്ങനെ തുടങ്ങുന്നേ എന്നൊക്കെ പറഞ്ഞ് ഭവി രോഹിത്തും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കഴിയുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ബാലേന്ദ്രൻ അയാളുടെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് ബാംഗ്ലൂർ വരെ പോയിരിക്കുകയാണ്. 3 പേരും വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഓഫീസിൽ നിന്നും വൈകി വരുന്നുണ്ട് കേട്ടോ. വന്നതിന് ശേഷം, നാളെ എനിക്കൊരു ബിസിനസ് ടൂർ ഉണ്ട് എന്ന് പറയാണ്. അയ്യോ അമ്മേ, അച്ഛൻ ടൂർ പോയിരിക്കുകയാണല്ലോ, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം, എൻ്റെ ഓഫീസിൽ നിന്നുള്ള ടൂറാണ്, എനിക്കത് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വൈകി പോകാൻ റെഡിയായിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് പോവാണ്. ഈ ഒരു സമയത്ത് കൃഷ്ണമോൾ വിളിച്ചിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, ഇതുപോലെ അമ്മ ബിസിനസ് ടൂറിന് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പം, ഞാനില്ലാത്ത സാഹചര്യത്തിൽ അവൾക്കത് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പം, അത് സാരില്ല അച്ഛാ, ഞങ്ങൾ 3 പേരും ഉണ്ടല്ലോ, പിന്നെ സെർവൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അമ്മയുടെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് പോയതല്ലേ, ഓഫീസിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് പോയതാണ്, അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ ഇവരും പറയാൻ കേട്ടോ. പക്ഷേ വൈജി പോണത് വേറെ എങ്ങോട്ടുമല്ല, കുളത്തുപുഴയ്ക്കാണ്. വീട്ടിലിനി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും തടസ്സം ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് വൈജ ഊഹിച്ചു കേട്ടോ. അതുകൊണ്ടാണ് വൈജ ആരോടും പറയാതെ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ കുളത്തുപുഴയുടെ ആ ഒരു ലൊക്കേഷൻ രോഹി അയച്ചു കൊടുത്തത് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ലൊക്കേഷനും കണ്ട് വൈജ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വിസ്താരമായി കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും വൈജ അവിടെ ചെല്ലാറായി. അങ്ങനെ
ആ ഒരു റബ്ബർ തോട്ടെല്ലാം കടന്ന് സ്റ്റാലിയുടെ വീടിൻ്റെ മുമ്പ് വശത്തെത്തുകയാണ്. അപ്പോഴേക്കും ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട്. അകത്തേക്ക് ഇവർ വണ്ടി ഓടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നാനാ ഭാഗത്തുനിന്നും നായ്ക്കൾ ഓടി വരുന്നുണ്ട്. അയ്യോ മാഡം, ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, ദേ നോയിക്കേ, ഘടാഘടിയന്മാരായ എത്ര നായ്ക്കളാണ് ഉള്ളതെന്ന്. പുറത്തിറങ്ങിയാലേ നമ്മൾ ഇറച്ചിയും കൊണ്ട് പോകും, അതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല. അവിടെ അറിയാവുന്ന ആരുണ്ടെങ്കിൽ മാഡം വിളിക്ക്, എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാം എന്ന് പറയുമ്പോൾ താൻ നീട്ടി 2 ഓണടിക്കടോ എന്ന് പറയാണ്. അയാൾ 2 ഓണടിക്കുമ്പോഴേക്കും ആൻ്റപ്പൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി വന്നിട്ട് നായ്ക്കളെല്ലാം അങ്ങോട്ട് ഓടിച്ചു വിടുകയാണ്. വന്നിട്ട് ഡോറിന് അപ്പോഴേക്കും വൈജ ചില്ല് താക്കുന്നുണ്ട്. ആരാ മേഡം എന്ന് ചോദിക്കുമ്പം ഇവിടെയല്ലേ അലീന താമസിക്കുന്നേ, അതേ എന്ന് പറയുമ്പോൾ എനിക്ക് അവളെ ഒന്ന് കാണാൻ വന്നതാ എന്ന് പറയുമ്പം അകത്തോട്ട് കയറി വാ മേഡം എന്ന് പറയാണ്. അങ്ങനെ ഡോറ് തുറന്നിറങ്ങി അവിടുന്ന് വൈജ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഒരു അരമണിക്കൂർ താമസം കാണും, താനങ്ങോട്ട് വണ്ടി കയറ്റിട്ടിരുന്നോ എന്നും പറഞ്ഞിട്ട് ഡ്രൈവറോട് പറഞ്ഞിട്ട് വൈജ അകത്തേക്ക് കയറാണ് കേട്ടോ. ഇയാള് വൈജനെ കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അകത്ത് കയറുമ്പം ഒരു കൊട്ടാരം പോലെയുള്ള ആ വീട് കണ്ട് വൈജ അന്താളിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ആൻ്റപ്പൻ പോയിട്ട് അടുക്കളയിൽ നിന്നിരുന്ന അലീനോട് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. സ്റ്റാൻലി ചോദിക്കുകയാണ്, ആരായിരിക്കും ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പം അറിയില്ല പപ്പ എന്ന് പറഞ്ഞിട്ട് അലീന ഹാളിലേക്ക് വരികയാണ് കേട്ടോ. അലീന വന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. തൻ്റെ അമ്മ ദാ വന്ന് നിൽക്കുന്നു തൻ്റെ മുമ്പിൽ, വേറെ എവിടെയല്ല തൻ്റെ അച്ഛൻ്റെ അടുത്ത്. രണ്ടുപേരും കണ്ടുമുട്ടിയാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അലീന ഒരു നിമിഷം ചിന്തിച്ചിട്ടോ. പഴയ കാര്യങ്ങളെല്ലാം രണ്ടുപേരും ഓർത്തെടുക്കും. താൻ മകളാണെന്ന് അമ്മ തിരിച്ചറിയും. അച്ഛൻ ഇതെല്ലാം അറിഞ്ഞാൽ ഉടൻ തന്നെ അമ്മേനെ ഡിവോഴ്സ് ചെയ്യും. അതെല്ലാം ഓർത്ത് അലീന ഒരു നിമിഷം ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വൈജ, എന്താടി നീ എന്നെ കണ്ടിട്ടില്ലേ, വരുമെന്ന് ഒരിക്കലും നീ കരുതിയില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മേഡം എന്ന് പറയുമ്പോൾ നിർത്തടി, നീ ഒറ്റയെടുത്ത് കാരണം എൻ്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. നീ പോയപ്പോൾ തന്നെ ഞാൻ സമാധാനമായെന്ന് കരുതിയതാ, എന്നിട്ടും നിനക്കൊരു സമാധാനം ഇല്ലല്ലേ. നിനക്ക് എന്താടി വേണ്ടത്? എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയൊക്കെ നീ എടുത്തു, ഇനി സ്വത്തുക്കൾ കൂടി നിനക്ക് വേണോ? അതുകൊണ്ടാണോ വീഡിയോ കോൾ ചെയ്ത് രാത്രിയും പകലൊന്നുമില്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ മക്കളോടൊക്കെ നീ സംസാരിക്കുന്നത്? നിനക്ക് അതാടാടി വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി എന്തൊക്കെ ഒച്ചപ്പാട് ഹാളിൽ നിന്ന് കേൾക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ. മേഡം പതുക്കെ പറ, അദ്ദേഹം കേൾക്കും എന്ന് പറയുമ്പം ഏതദ്ദേഹം ആടി, ആര് കേട്ടാലും എനിക്കൊന്നുമില്ല, നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമാവുള്ളൂ എന്നും പറഞ്ഞ് വൈജ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ആരാ അലീന അത് എന്നും ചോദിച്ചുകൊണ്ട് സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സ്റ്റാൻലി വരുന്ന വരവ് കണ്ട് വൈജ ഒരു നിമിഷം സ്തബ്ധയായി നിൽക്കുകയാണ് കേട്ടോ. മുമ്പിൽ നിൽക്കുന്നത് വൈജയാണെന്ന് മനസ്സിലായപ്പോൾ സ്റ്റാലിയും ഒരു നിമിഷം ഞെട്ടി നിൽക്കുന്നുണ്ട്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി കണ്ണോട് കണ്ണു നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് ജീവന തുല്യം തങ്ങളെ സ്നേഹിച്ച 2 ആത്മാക്കൾ. ആ 2 പേരാണ് കേട്ടോ 23-24 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുന്നത്. തൻ്റെ ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നുകയാണ് വൈജയ്ക്ക്. വൈജ അപ്പോൾ തന്നെ അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഉടനെ ഓടി വന്ന് അലീന മേഡം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ങി പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നിമിഷം മിന്നായം പോലെ തൻ്റെ മനസ്സിലൂടെ പണ്ട് സ്റ്റാൻലിയുമായി ഒത്തൊരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ മിന്നിമറിഞ്ഞു പോകുന്നുണ്ട്. അലീന ഈ സമയം വെള്ളം എടുത്തുകൊണ്ടുവന്ന് വൈജയ്ക്ക് കൊടുക്കുകയാണ്. വൈജ ആ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സ്റ്റാൻലി നോക്കുകയാണ്. അവിടെ നിന്നും വൈജ എഴുന്നേൽക്കുന്നുണ്ട്. സ്റ്റാൻലി ആകപ്പാടെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ. വൈജയുടെ മകളാണെന്നും വൈജയുടെ വീട്ടിൽ പോയതാണെന്നും എല്ലാം നമ്മുടെ സ്റ്റാൻലിക്ക് അറിയാമല്ലോ. പക്ഷെ ഇതൊന്നും വൈജയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. വൈജ ആകപ്പാടെ ഞെട്ടി വിറച്ച് ആ ഒരു അവസ്ഥയിലൂടെ നിൽക്കാതിരിക്കും. ഈ ഒരു സമയത്ത് അലീന മേഡം എന്ന് വിളിക്കുമ്പം വേണ്ട, നീയൊന്നും പറയണ്ട, ഇയാളുടെ വീട്ടിലേക്കാണോ നീ വന്നത് എന്ന് ചോദിക്കുമ്പം ഇദ്ദേഹത്തെ മേഡത്തിന് നേരത്തെ അറിയോ എന്ന് ചോദിക്കുകയാണ്. വൈജ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുന്നുണ്ട്. എന്താ മേഡം, മേഡത്തിന് ഇദ്ദേഹത്തെ അറിയോ എന്ന് ചോദിക്കുമ്പം വൈജ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, പക്ഷെ എനിക്കറിയാം, കാരണം ആഗ്രഹിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അലീന പറഞ്ഞിട്ടായിരുന്നല്ലോ അവിടുന്ന് പോകുന്നത്. മേഡം ഇനിയൊന്നും വിളിക്കാൻ ശ്രമിക്കണ്ട, കാരണം എല്ലാം തന്നെ പൊട്ടി തകർന്നു പോയി മേഡം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, വൈജേ നീ ഇപ്പോഴായിരിക്കും എന്നെ ആദ്യമായി കണ്ടത്, പക്ഷെ നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുമാത്രമല്ല, നെടുമുറിക്കൽ വീട്ടിലേക്ക് ഞാൻ വന്നിരുന്നു പാലായിൽ എന്ന് പറയുന്നത് കേൾക്കുമ്പം വൈജ ഞെട്ടിത്തെറിച്ച് സ്റ്റാൻലി നോക്കുകയാണ്.
അലീനനെ ഞാനാണ് അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നത് എന്നും കൂടി പറയുമ്പോൾ വൈദ്യ ഞെട്ടിപ്പോന്നു കേട്ടോ. നിന്റെ വീട്ടിൽ ഞാൻ വന്നിരുന്നു. ബാലേന്ദ്രൻ മേനോനാണ് എന്നെ വന്ന് കണ്ടതും അലീനെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞത്. എൻ്റെ മകൾ ജീവനുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയാണ്. അപ്പോഴേക്കും വൈജ അലീനെ നോക്കുന്നുണ്ട്. അലീന പറയാണ്, മേഡം എന്നെ ഇങ്ങനെ നോക്കണ്ട, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മേഡത്തിൻ്റെ പഴയ കാമുകനാണ് ഇദ്ദേഹം എന്നും ഇദ്ദേഹം മൂലം മേഡം ഗർഭിണിയായതാണെന്നും ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നൊക്കെ എനിക്കറിയാം മേഡം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ വൈജ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വൈജ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്നെ ചതിച്ചത്? അന്ന് നിങ്ങൾ ചതിക്കാതിരിക്കുമായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, ആരാരെ ചതിച്ചു എന്ന് നീ പറയുന്നത്? നമ്മളെ ചതിച്ചത് നമ്മളല്ല, നമ്മുടെ വീട്ടുകാരാ. 2 വീട്ടുകാരും കൂടി നമ്മളെ ചതിക്കായിരുന്നു എന്ന് പറയുമ്പം വൈദ്യ തിരിഞ്ഞു നോക്കുകയാണ്. 8 മാസം ഗർഭിണിയായിരുന്ന എന്നെ അവൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പം അല്ല. അത്രയും കഥ മാത്രമേ നിനക്കറിയുള്ളൂ. എൻ്റെ അമ്മച്ചിക്ക് അസുഖം കൂടുതലായിട്ടല്ലേ ഞാൻ പോയത്. 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മ മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാനൊരു ആക്സിഡൻ്റ് ആയിട്ട് കോമയിലായിരുന്നു. അതൊന്നും നിന്നോടാരും പറഞ്ഞില്ല എന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിലുണ്ടായിരുന്നെല്ലാം തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും കൂടിയിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്തത്. നിന്റെ അമ്മാവനും അങ്ങനെയാ കുഞ്ഞിരാമൻ മേനനും രാമുണ്ണിയാരും കൂടെ കൂടിയിട്ട് നിനക്കുണ്ടായ കുഞ്ഞ് മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ വൈജ ഒന്നുകൂടി ഞെട്ടി സ്റ്റാൻലി നോക്കാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ കുട്ടി മരിച്ചു പോയില്ല. എൻ്റെ അച്ഛനും നിന്റെ അച്ഛനെല്ലാം കുടിക്കൊണ്ട് ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. ആ കുട്ടി അവിടെ വളരുകയായിരുന്നു എന്ന് പറയുമ്പം അപ്പോൾ എൻ്റെ കുഞ്ഞെവിടെ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയാണ്, അതൊക്കെ ഞാൻ പറയാം. നിന്റെ തറവാട്ടിലേക്ക് കോമായിൽ സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം 2 തവണ ഞാൻ വന്നിരുന്നു. അപ്പോഴൊന്നും നിന്റെ ആൾക്കാരെ കാണിക്കാൻ കൂട്ടായില്ല. നിന്റെ അച്ഛനും നിന്റെ സഹോദരനൊക്കെ കൂടി എന്നെ ഉപദ്രവിക്കാൻ വന്നു. അവിടുന്ന് കഷ്ടിയാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ കൊല്ലാൻ വരെ അവർ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ജാതി മതം ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. നമ്മുടെ പ്രണയമോ നമ്മുടെ സ്നേഹമോ നിന്റെ വയറ്റുള്ള എൻ്റെ കുഞ്ഞോ ഒന്നും അവർക്ക് വേണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ആവശ്യമുള്ളത് ജാതി മതം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാവരും ഈ കടുങ്കൈ നമ്മളോട് ചെയ്തത്. അവിടുന്ന് വന്ന് അമ്മ മരിച്ചതിന് ശേഷം നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്നതാ. പക്ഷേ ആ ഒരു സമയത്താണ് നിന്നെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്ന് നിന്നെ കാണാൻ ഒരുങ്ങുമ്പോഴായിരുന്നു എൻ്റെ ആക്സിഡൻറ്റ് സംഭവിച്ചത്. ആക്സിഡൻറ്റിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ മരണപ്പെട്ടു. അതിനുശേഷം ഞാൻ കോമയിലായിരുന്നു. വീണ്ടും ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ നീ അവിടെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് സഹോദരൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് നീ നിന്റെ സ്വമേധ ഇഷ്ടപ്രകാരം ഒരാളെ വിവാഹം കഴിച്ച് പോയെന്നാ. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരാതിരുന്നത്. നീ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ ശല്യപ്പെടുത്തുന്നതെന്ന് കരുതി. നീയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതി. അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്ന് വിവാഹമൊക്കെ കഴിച്ചത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് എൻ്റെ അച്ഛനും എൻ്റെ ആങ്ങളമാരോടി എന്നോട് പറഞ്ഞത്. എന്നെ ഗർഭിണിയാക്കി നിങ്ങൾ മുങ്ങിയതാണെന്നാണ് അവരൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ അമ്മ മരിച്ചു വരെ ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ ആക്സിഡൻ്റ് ആയതും കോമയിലായതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് വൈജ പറയുമ്പം ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടുകാർ കളിച്ച കളിയായിരുന്നു എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. കുഞ്ഞ് മരിച്ചു എന്നതിന് ശേഷം ഞാനൊരു ഡിപ്രഷനിലേക്ക് പോയി. ഭ്രാന്ത് പിടിക്കുന്ന പോലായിരുന്നു. ഒരു മുറിക്കകത്ത് തന്നെ കുറേ നാളെ തളച്ചിട്ടു. അതിനുശേഷമാണ് ബാലേന്ദ്രൻ വന്നതും കല്യാണം ആലോചിച്ചതും. അങ്ങനെയാണ് എല്ലാവരും കൂടി പറഞ്ഞ് എന്നെ മൈൻഡ് മാറ്റി വിവാഹം കഴിപ്പിച്ചത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 2 പേരും 2 ജീവിതത്തിലേക്ക് മാറി. നമ്മളുടെ സ്നേഹമൊക്കെ അവിടെ വച്ച് ഉടഞ്ഞില്ലാതായിപ്പോയി. 2 വീട്ടുകാരുടെ ജാതീയ മതത്തിൻ്റെ ഭ്രാന്ത് കാരണം നഷ്ടപ്പെട്ടത് നമ്മുടെ സ്നേഹമായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും വൈജി ചോദിക്കുകയാണ്, എൻ്റെ ആ കുഞ്ഞ് എവിടെ? എൻ്റെ ആ കുഞ്ഞ് എവിടെ സ്റ്റാൻലി? 23 വർഷമായിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയിന്നാ ഞാൻ കരുതിയത്. എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടു പറഞ്ഞ നിമിഷമാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ തോന്നിയതും ഞാൻ കുറേ കാലം ഡിപ്രഷനിലായി മരുന്ന് കഴിച്ചതും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഈ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും വൈജ പറയാണ്, എൻ്റെ കുടുംബം ഇല്ലാതാക്കാൻ കാരണം ഇവൾ ഒറ്റ ഇരുത്തിയാ. അവിടെ വന്ന് ഇവൾ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയെന്നറിയോ? സ്റ്റാൻലിക്ക് ഇവളെന്തിനാ
ബാലേന്ദ്രൻ കൊണ്ടു നൽകിയത്? ഇതെല്ലാം ബാലനോട് അറിഞ്ഞുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പം സ്റ്റാൻലി പറയാണ്, നീ മരിച്ചു പോയെന്നും വിചാരിച്ചിരുന്ന നിന്റെ ആ കുഞ്ഞില്ലേ, അതാണ് ഇവൾ അലീന എന്ന് പറയുമ്പോഴേക്കും വൈജ പറയാണ്, അല്ല, ഇവളെൻ്റെ കുഞ്ഞല്ല. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, നീ എല്ലാം തർക്കിച്ചാലും ഞാൻ നിനക്ക് നൽകിയ കുഞ്ഞ് ഇതുതന്നെയാ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും എല്ലാവരും ചേർന്നുകൊണ്ട് അന്ന് ഓർഫനേജ് നടത്തിയിരുന്ന ആ ബ്രിജിത്ത എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഈ കുട്ടീനെ. ഇവള് അവിടുന്ന് വളർന്ന് വലുതായിട്ട് നിന്നെ കാണാനായിട്ടാ കൊല്ലപ്പള്ളിക്ക് വരുന്നത്. നിന്റെ അച്ഛൻ അറിയായിരുന്നു ഇവൾ നിന്റെ മകളാണെന്ന്. അതുകൊണ്ടാണ് ഏറ്റെടുത്ത് ഹോം നേഴ്സായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ആ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷമാണ് നിന്നെ കാണാനായിട്ട് ഇവൾ നെടുമ്പരക്കിലേക്ക് വന്നത്. അപ്പോഴേക്കും വൈജ് ചോദിക്കാണ്, അപ്പം പിന്നെ ബാലേന്ദ്രന് സത്യങ്ങളെല്ലാം അറിയോ എന്ന് ചോദിക്കുമ്പം അലീന പറയാണ്, അച്ഛനെല്ലാം അറിയാം എന്ന് പറയുമ്പോൾ വൈജ് ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നെ ഇത്രയും കാലം എന്നോടൊന്നും പറഞ്ഞില്ല. അച്ഛൻ അതറിഞ്ഞ പിന്നെയാണ് അച്ഛൻ അറ്റാക്ക് ഉണ്ടായതും അതിനുശേഷമാണ് അച്ഛനമ്മയെ വെറുത്തതും വേറെ മുറിയിലേക്ക് മാറിയതും. അല്ലാതെ എന്നോടുള്ള സ്നേഹക്കൂടുതലല്ല, ഞാൻ അമ്മയുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള ടെൻഷനും ആ ഒരു ഞെട്ടലും കൊണ്ടാണ് അച്ഛനതൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ്. എങ്ങനെയാ ബാലൻ ഇതൊക്കെ അറിയാൻ ചോദിക്കുമ്പം അന്ന് ഒരു കോൺവെർസേഷൻ ബാലൻ കേട്ടതും ശേഷനോട് ചോദിച്ചതും അതുപോലെ നീലഗിരിക്ക് പോയതും ഗംഗാധരനെ കണ്ടതും തുടങ്ങിയ എല്ലാ സംഭവങ്ങളും പറയാൻ കേട്ടോ. അവിടെ വച്ചാണ് താൻ മകളാണെന്ന് അച്ഛൻ അറിഞ്ഞതെന്നും അമ്മയ്ക്ക് ഇതുപോലൊരു അഫെയർ ഉണ്ടായിരുന്നെന്ന് അച്ഛൻ മനസ്സിലാക്കിയത് അവിടെ നിന്നാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അലീന പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തട്ടിക്കൊണ്ടുപോയ സമയത്താണ് രാജീവനെങ്കിലും ശിവനെങ്കിലും താൻ പെങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞതും മനുവേട്ടും ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നും അലീന പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് നടന്ന് പൊട്ടിക്കരയാൻ കേട്ടോ വൈജ. ഒരു തവണയെങ്കിലും നിനക്ക് എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നോ നീ എൻ്റെ മകളാണെന്ന്? നീ എന്തുകൊണ്ടാ അതൊക്കെ മറച്ചു വെച്ചത് എന്ന് ചോദിക്കുമ്പം അത് അച്ഛൻ കാരണാ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്തെങ്കിലും ഈ സത്യം അറിയുകയാണെങ്കിൽ അതോടുകൂടി തീരും അമ്മയും അച്ഛനുള്ള ബന്ധമെന്ന്. പിന്നീട് ഒരിക്കലും അമ്മ അച്ഛൻ സ്വീകരിക്കില്ല, ഡിവോഴ്സ് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നേ എന്ന് പറയുമ്പോഴേക്കും വൈജ വീണ്ടും അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. സ്റ്റാൻലി അവിടെ ഒരു സോഫയിലേക്ക് പോയിരുന്ന് മദ്യപിക്കുകയാണ്. അലീന വൈജയുടെ അടുത്ത് നിന്നിരുന്നിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. വൈജ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അലീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. 23 വർഷമായിട്ട് താൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്നേഹപരിചരണം, ആ ഒരു കെട്ടിപ്പിടി തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അലീന അങ്ങ് വല്ലാണ്ടൊരു ഇതിലേക്ക് പോവാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവൾ പോവാണ്. അവളുടെ കണ്ണിന് കണ്ണുനീര് പൊഴിയുന്നുണ്ട് കേട്ടോ. അത് വൈജയുടെ തോളത്ത് പറ്റുന്നുണ്ട്. വൈജ അവളെ ചേർത്ത് പിടിച്ച് ചോദിക്കുകയാണ്, നിനക്കൊരു തവണയെങ്കിലും ഒരു സൂചനയെങ്കിലും എനിക്ക് തന്നൂടായിരുന്നോ? 23 വർഷമായിട്ട് എൻ്റെ മകൾ മരിച്ചു പോയെന്ന് കരുതി ഓരോ ദിവസവും നീറി കഴിയായിരുന്നു. ഞാനീ കണ്ട ദേഷ്യവും ചാട്ടവും എല്ലാം അതിൽ നിന്നുണ്ടായതാ. ഒരു രാത്രി പോലും ഇല്ല എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ഓർക്കാത്തത്. നിനക്ക് എപ്പോഴെങ്കിലും എന്നോടൊരു സൂചനയെങ്കിലും നൽകിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വൈജ അലറി വിളിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാൻലിയോട് വൈജ പറയാണ്, എനിക്കെൻ്റെ മോളെ വേണം, ഞാൻ അവളെ കൊണ്ടുപോവാ എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന പറഞ്ഞത് നീയും കേട്ടതല്ലേ? നീയും അലീനയും നീ നിന്റെ മകളാണ് അലീന എന്ന് നീ അറിയുന്ന നിമിഷം തന്നെ ആ ബാലൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. എങ്ങനെയെങ്കിലും മയപ്പെടുത്തി നീ അയാളോട്ട് ജീവിച്ചു പോകാൻ നോക്ക്, അതാണ് നല്ലത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അതെ, അതാണ് നല്ലത്. ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നില്ല. വന്നാൽ അമ്മ സത്യങ്ങൾ മനസ്സിലാക്കിയെന്ന് അച്ഛന് മനസ്സിലാവും. പക്ഷെ അമ്മ ഇപ്പോൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് പതിയെ അച്ഛനെ സ്നേഹിച്ചു തുടങ്ങണം, അച്ഛനെ ബഹുമാനിച്ചു തുടങ്ങണം. പതിയെ കാര്യങ്ങളെല്ലാം അമ്മയുടെ കൈകളാകും മാത്രം അമ്മ സത്യങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരിക്കൽ അച്ഛൻ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അതുവരെ ഈ കാര്യങ്ങളൊന്നും അച്ഛൻ അറിയണ്ട. അച്ഛനറിഞ്ഞാൽ അച്ഛൻ മാനസികമായി തകർന്നു പോകും. ഞാൻ അച്ഛനെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയാലും അച്ഛൻ തകരും, അതെനിക്ക് ഉറപ്പാ. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഏതറ്റവനെ പോകാനും ഞാൻ തയ്യാറാ. അമ്മയും അച്ഛനും മക്കളും കൂടി സന്തോഷത്തോടെ ജീവിക്കണം, അത് മാത്രം എനിക്ക് കണ്ടാൽ മതിയെന്ന് അലീന പറയുന്നുണ്ട്. വൈജ വീണ്ടും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു കേട്ടോ. അപ്പോഴേക്ക് സ്റ്റാൻലി വന്ന് വൈജയുടെ തോളത്തൊട്ടിട്ട് പറയുന്നുണ്ട്, സാരമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയില്ലേ, അതോർത്തുകൊണ്ട് ജീവിക്കാനാണെങ്കിൽ ഈ ലോകത്ത് മനുഷ്യന്മാരെല്ലാം എന്നും കരഞ്ഞൊളിക്കാൻ ജീവിക്കുക. അതോർത്ത് മരിക്കാനാണെങ്കിൽ ഈ ലോകത്തിന് മനുഷ്യനും ജീവനോടെ കാണുകയില്ല. അതെല്ലാം കളഞ്ഞേക്ക്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അങ്ങനെ അതിനെ കണ്ടാൽ മതി. അല്ലാതെ അതോർത്ത് ദുഃഖിച്ച ജീവിതകാലം മുഴുവനും അതിനെ മാത്രമേ നേരം കാണുള്ളൂ.
അലീന പറഞ്ഞതുപോലെ ഒന്നിനും നീ പോയി അവിടെ എല്ലാം ആരംഭിക്ക്. നിന്റെ ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്ത് അയാളെ നിന്റെ വഴിക്ക് കൊണ്ടുവരണം. ശേഷം നീ തന്നെ അയാളുടെ സത്യങ്ങളെ തുറന്നു പറയണം. അങ്ങനെ അലീന നീ തന്നെ കൊണ്ടുപോകണം. നിന്റെ മകളായിട്ട് സ്വീകരിച്ച് നിന്റെ ബാക്കി മക്കളുടെ കൂടെ മൂത്തവളായിട്ട് അവിടെ അവളെ ജീവിപ്പിക്കണം എന്നൊക്കെ സ്റ്റാൻലിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ താനോട് വന്ന കാര്യം ആരും അറിയണ്ടെന്നും പറഞ്ഞുകൊണ്ട് വൈദ്യ തിരിച്ച് മനസ്സൊരിലോട് ഭാരവുമായിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അലീന ഇത്രയും കാലം താൻ ഉപദ്രവിച്ചതായിരുന്നു അലീനനെ. പക്ഷെ ഇപ്പോൾ അതാ എൻ്റെ മകളാന്ന് അറിഞ്ഞിരിക്കുകയാണ്. താൻ പ്രസവിച്ച തൻ്റെ പൊന്നുമോള് ഒരു നോക്കോളുടെ മുഖം പോലും ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൾക്കൊന്ന് പാലെടുക്കാൻ പോലും സാധിച്ചില്ല. അവളെന്ന് എടുക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ പോലും പറ്റിയിട്ടില്ല. 23 വർഷങ്ങൾക്ക് ശേഷം വളർന്നു വലുതായി തന്നോളമുള്ള ഒരു മോളായിട്ടാ തിരികെ വന്നിരിക്കുന്നത്. അവളെയും തൻ്റെ ഭർത്താവിനെയും ചേർത്ത് താൻ എന്തൊക്കെയാ മോശം പറഞ്ഞിരിക്കുന്നേ. അവളെ താൻ അടിച്ചിട്ടുണ്ട്, താൻ ഉപദ്രവിച്ചിട്ടുണ്ട്. എല്ലാം ഓർത്ത് നീറിക്കൊണ്ടാണ് കേട്ടോ കരഞ്ഞനാണ് വൈജ തിരികെ പോണത്.